അപ്പം നമ്മളിന്ന് എന്തായിരുന്നു ഏതൊരു സ്ഥലത്തേക്കാണല്ലോ പോകുന്നത്? മധുരൈ. എനിക്ക് മറ്റേ മധുരയ്ക്ക് പോവാതെ പാട്ടൂരുമ്പോളാട്ടെ മധുര ഓർമ്മ വരും. അപ്പോൾ അവിടേക്ക് പോകാൻ പോവാണ്. 2 മണി 2:30 ആകുമ്പോൾ പോവും. അപ്പം അത്രയും എനിക്കറിയില്ല. അപ്പം ഞാൻ സാധനങ്ങൾ എടുത്ത് വയ്ക്കുകയാണ്. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. തുറക്കാനൊക്കെ എല്ലാത്ത പാടാണ് ഗീസ്. നമുക്ക് യോഗട്ട് അവിടെ വയ്ക്കാം. പിന്നെ അമ്മയുടെ ബാഗ്, ഞാൻ ആൻറ്റിയുടെ ബാഗ് മേടിച്ചിട്ട് വരണം കേട്ടോ. ഞാൻ ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഒരേ ഡ്രസ്സാണ് കേസ് ഇടാൻ പോണത്. ഇതിൻ്റെ പച്ചയാണ് കേസ് എൻ്റെ അമ്മ ഇടാൻ പോണത്. ഞാൻ ഇതിൻ്റെ കറക്റ്റ് ക്യാൻഡിൽ എടുത്തിട്ട് ഗൈസ് നമ്മളിങ്ങനെ പോകാൻ പോകുന്നു. എൻ്റെ അമ്മേ അങ്ങനെ ഉണ്ടൊരു ഒന്നാ ഗീസ്. നമുക്ക് പോവാൻ പറ്റില്ല, ഒരാളും കൂടി വരാണ്ട്. ജീൻസാണ്. വാച്ചിൻ്റെ ഒക്കെ എടുത്തില്ല, എല്ലാവരും ചെക്ക് ചെയ്തില്ലല്ലോ പോളും കേസ്. കേബിളിൻ്റെ പരിപാടി ബുക്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഇവിടെ ഫ്രണ്ടിൽ കാല് വയ്ക്കാൻ സ്ഥലം ഉണ്ടാവുമോ? അത് അല്ല, അങ്ങനെയല്ല വെച്ചേക്കണേ. 2 കുപ്പി അവരെ 2 പേര് സൈഡിൽ വെച്ചു. 1 കുപ്പി മാത്രം, 2 കുപ്പി പൊക്കോണ്ടിരിക്കുന്നു. ഇതാൻറ്റി, ഇതമ്മ. അറിയാലോ ഗൈസ്, നമ്മൾ പൊക്കോണ്ടിരിക്കുന്നു ഗൈസ്. ഓക്കെ മനസ്സിലായില്ലേ? അങ്ങനെ കേസ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ ഭയങ്കര ലേറ്റായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യണത്. കഴിഞ്ഞ 2024 നവംബർ 3 എടുത്ത വീഡിയോ തന്നെയാണിത്. അപ്പോൾ നല്ല ലേറ്റായിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് സമയം കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോകണമെന്നാണ് ഈ മധുരൈ കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത്. ഓക്കെ, പോണ വഴിക്കൊക്കെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ബാഗിൽ ഞാൻ ഷാമ്പു ഒക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ യൂസ് ചെയ്ത് ഗ്ലാസ്സൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് പോകാൻ പറ്റുള്ളൂ. ഫോഗ് കാരണം വണ്ടി ഓടിക്കാൻ പോലും പറ്റിയിരുന്നില്ല. പിന്നെ അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 10:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏകദേശം അവിടെ എത്തി ഫുഡൊക്കെ കഴിക്കണമെന്ന് ഒരിക്കലും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് റൂമിലെത്തിയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങൾ ഇടയ്ക്ക് കാണുള്ളൂ കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കണമെന്നൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേയുടെ തലേന്നാട്ടോ നമ്മൾ പോണത്. എനിക്ക് ആദ്യം അറിയണ്ടായിരുന്നില്ല, സർപ്രൈസായിട്ട് കൊണ്ടുവന്നാൽ വിചാരിച്ചേ. പക്ഷേ അത് ലാസ്റ്റ് ഞങ്ങൾ പറയേണ്ടി വന്നു ഗൈസ്. അപ്പോഴാണ് ഈ വ്ളോഗ്
വീട്ടില് റൂമിലെത്തിരിക്കുന്നു ഗൈസ്. ഞാൻ റൂം കാണിച്ചിട്ട് കേട്ടോ. ഇതൊരു ബിഗ് മിറർ, അതിന്റെ തൊട്ടിപ്പുറത്ത് ഞാൻ ഇറങ്ങളിലൊക്കെ ഇരിക്കുന്ന മേക്കപ്പ് സാധനങ്ങൾ. പിന്നെ ടോയ്ലറ്റിന്റെ ഡോർ ഇച്ചിരി ഇതാണ്. ഇവിടെ ഒരു സിങ്ക് വരുന്നുണ്ട്. ഒരു വാഷ്റൂമാണ്. നല്ല ഭംഗിയുള്ള തന്നെ ഉണ്ട്. പിന്നെ ഇതാണ് ഗൈസ് നമ്മുടെ റൂമിന്റെ കോലം. നിങ്ങളെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ടി വി ഒക്കെ ഉണ്ട്. ഇതിനൊരു കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് മാത്രം ഇത്ര തന്നെയുള്ളു ഗൈസ്. പിന്നെ 2 റൂമുണ്ട്. പോകാൻ പോകുന്നു. എല്ലാവരും സുന്ദരന്മാരും ആയിരിക്കുന്നു. കണ്ടോ 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 കണ്ടോ. നമ്മൾ അമ്പലത്തിൽ തൊഴുത് വന്നിട്ട് നമ്മൾ കുപ്പിവെള്ള മേടിച്ചു. അങ്ങനെ കേസ് നമ്മൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു. അമ്പലത്തിൽ കാല് കുത്തിയത് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് നിറഞ്ഞൂടാ. ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ. ബേർഡേ ആയിട്ടൊക്കെ കയറിയപ്പോൾ എൻ്റെ കഴുത്തിലിട്ട് 2 മാലയൊക്കെ തന്നു. പൂജായി ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ഫുഡ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല കേട്ടല്ലോ ഗൈസ്. ഇവിടുന്ന് 2-3 കമ്മലൊക്കെ എടുത്തിട്ടോ. അത് സൂം ചെയ്തിട്ടുള്ള എന്താ പറയുക 2-3 കമ്മൽസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കമ്മിട്ടുണ്ടോ ഞാൻ പറയുന്നത്. അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ മേടിച്ച് വെച്ച് ഞങ്ങൾ പിന്നെ ഹോട്ടൽ റൂമിൽ പോയി ഡ്രസ്സ് മാറാൻ പോയി കേട്ടോ. യൂട്യൂബിൽ വരാൻ താല്പര്യമുണ്ടോ? യൂട്യൂബിൽ വരാൻ താല്പര്യമുണ്ടോ? അതെല്ലാവരും ഉണ്ട് ഗൈസ്. പോകുന്ന വഴിക്ക് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ആയിരുന്നു. നല്ല മലയൊക്കെ ഇട്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളവിടെ നിന്ന് പുളിഞ്ചോറ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കഴിച്ചു പേശിട്ട് കേട്ടോ. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചപ്പിച്ചിട്ട് ലേറ്റായി. ഇപ്പം ഈ കഴുകിക്കിടക്കുന്ന മാലയുണ്ടല്ലോ, അതെനിക്ക് അവിടുത്തെ സാമി തന്നതാണ് കേട്ടോ. ഇത് കൂടത്തിൻ്റെ മാലയാണ് ഗൈസ്. എൻ്റെ കഴുത്തിലിട്ട് തന്നു എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ. ഗൈസ് ഇച്ചിരി നേരം ഉറങ്ങി എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അഭിനയിച്ച് കിടക്കുകയാണ് കേട്ടോ ഗൈസ്. എൻ്റെ കള്ളച്ചിരിയൊക്കെ സൂക്ഷിക്കണം നോക്കിയാൽ മതി. പക്ഷെ 2 മിനിറ്റ് മാത്രം വെച്ചിട്ടൊന്ന് കണ്ണടച്ചു. ഉറങ്ങിയെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ ഗൈസ്. ഇതിലത്തെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് ഗൈസ്. അല്ലെങ്കിൽ എനിക്കാരെങ്കിലും എടുത്തുനിന്ന് ഉറങ്ങുമ്പോൾ. പിന്നെ കുറേ മിഠായൊക്കെ മേടിച്ച് ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചായ കുടിച്ചില്ല, ഞാൻ ഐസ്ക്രീമാണ് കഴിച്ചത്.
ഫുഡ് വൈകുന്നേരത്തെ ഇന്ന് എൻ്റെ ബർത്ത്ഡേയുടെ വൈകുന്നേരത്തെ ഫുഡിൻ്റെ വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇച്ചിരി വർത്തമാനങ്ങളൊക്കെ ആയിട്ട് പോയി കേട്ടോ. പിന്നെ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനിങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോസ് എടുത്തത് കേട്ടോ. പിന്നെ ഇതെൻ്റെ പുതിയ കമ്മലാണ്, ഞാൻ പറഞ്ഞില്ലേ മേടിച്ചു, അതിലൊരെണ്ണാട്ട് ഇത് ഇനിയും ഉണ്ട് 2 എണ്ണമൊക്കെ. അങ്ങനെ കേസ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇവിടെ തൃശ്ശൂർ പുതിയതായിട്ട് തുടങ്ങിയ ഒരു കടയിലാട്ടോ. നമ്മൾ തൃശ്ശൂർ വന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. കടയുടെ പേരൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല കേസ്. അപ്പോൾ അവിടെ കുറേ സിനിമേനെ കുറച്ച് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു കടയാണ്. നല്ല ഫുഡ്സൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ചിക്കൻ ബിരിയാണി, പപ്പൊരു അൽഫാം പോലത്തെ സാധനം പിടിച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. അത് ഫുള്ള് ഞാൻ തന്നെ കഴിച്ചെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എൻ്റെ മൊജിറ്റോ കേട്ടോ കേസ്, ഇത് ഈ നീല കളറ്. പിന്നെ ഞാൻ പപ്പയുടെ നിന്ന് സൂപ്പ് മേടിച്ച് കുടിക്കുകയാണ്. ഞാൻ സൂപ്പ് കഴിക്കാറില്ല, പക്ഷേ ഈ ചിക്കൻ സൂപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടില്ല ബാക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാണ് ഫോട്ടോസൊക്കെ, മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ പുഷാലമായി കഴിച്ചു. അവിടെ ഫ്രൂട്ട് സലാഡ്, അങ്ങനെ പല സലാഡ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. എൻ്റെ ബിരിയാണി, ഇതാണ് ഞാൻ സൂപ്പ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരെണ്ണം ഇറക്കി വെക്കുന്ന ഒരു അൽഫാമാണ് ഗൈസ്. അൽഫാം എന്ന് വേണമെങ്കിൽ പറയാം. നോക്കിക്കോളൂ ഗൈസ്, എൻ്റെ സാലഡൊക്കെ ഉണ്ട്. ഇപ്പം ഈ ഇറക്കി വെച്ച സാധനമാണ് ഗൈസ് അടിപൊളിയെന്ന് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഈ ബിരിയാണി, ഈ ഒരു സാധനം. അപ്പോൾ എന്തായാലും എൻ്റെ മധുരൈ സർപ്രൈസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ ബർത്ത്ഡേ എനിക്ക് മധുരയിൽ ആഘോഷിക്കാൻ പറ്റിയല്ലോ. നല്ലൊരു ഡേ തന്നെയായിരുന്നു എൻ്റെ ബർത്ത്ഡേ. ഇത് ഞാൻ അവിടെ എത്തിക്കായിട്ട് പിറ്റേ ദിവസത്തിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുത്തതാണ്. അപ്പോൾ ഇത്രയൊന്നും വീഡിയോ ഫോളോ ലൈക്ക് ഷെയർ. ടാറ്റാ.